ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. നമ്മൾ വീണ്ടും കീബോർഡ് ക്ലാസ്സിൽ വന്നിട്ടുണ്ട്. നമ്മൾ 2-3 months ലീവായിരുന്നു. അതെനിക്ക് അന്നപ്പോൾ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം പഠിപ്പിക്കാൻ പോകുന്നത് ഫിംഗർ പ്രാക്ടീസിനെ പറ്റിയിട്ടാണ്. അപ്പം ഫിംഗർ പ്രാക്ടീസ് പറഞ്ഞാൽ ഈ സി, സെക്കൻഡ് സി, ഫസ്റ്റ് സി, തേർഡ് സി, ഫോർത്ത് സി, ഫിഫ്ത്ത് സി വരെ ഉണ്ട്. പക്ഷേ ഇത് 4 octave കീബോർഡാണ്. അപ്പോൾ ഇതിൽ സെക്കൻഡ് സി വെച്ചിട്ടാണ് ലെഫ്റ്റ് ഹാൻഡ് തുടങ്ങുന്നത്. നമുക്കിപ്പോൾ ആദ്യം റൈറ്റ് ഹാൻഡിൽ പഠിക്കാം. തേർഡ് സി ആണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത്. തേർഡ് സി ആണ് മിഡിൽ സി എന്ന് പറയുന്നത്. നമ്മൾ തേർഡ് സി നമ്മൾ ആദ്യം സീൻ്റെ ഫിംഗർ, തമ്പ് ഫിംഗർ സിയിൽ, ബാക്കിയുള്ള ഫിംഗർ അതേ സെയിം ഇതായിരിക്കും, പക്ഷേ തൊട്ടൊരു കീഴിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം റൈറ്റ് ഹാൻഡ് ഫസ്റ്റ് സി, റൈറ്റ് ഹാൻഡിൽ ഈ 5 ഫിംഗറാണ് വെക്കേണ്ടത്. സി, നമ്മൾ എപ്പോഴും ഒരുമിച്ച് വെക്കാനാണ് ചെയ്യേണ്ടത്. നമ്മൾ സ്ട്രൈറ്റ് ചെയ്തിട്ട് കൈ ഇങ്ങനെ ഇട്ട് അത് അതിപ്പോൾ റൈറ്റ് ഹാൻഡ് നമ്മൾ പഠിച്ചു കഴിഞ്ഞ്. അപ്പം ലെഫ്റ്റ് ഹാൻഡ് നമ്മൾ ഈ വിരൽ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. സിയിൽ, സെക്കൻഡ് സിയിൽ വെക്കുന്നത്. സെക്കൻഡ് സിയിൽ അഞ്ച് വിരൽ അങ്ങനെ ആക്കണം. കൂടുതൽ മെട്രോണും പറഞ്ഞ സംഭവമുണ്ട്. ചില കീബോർഡിലുണ്ടാവും, ചില കീബോർഡിലുണ്ടാവില്ല. മെട്രോണിന് 4 ഇട്ടിട്ട് ടെമ്പോ മൈനസ് ആക്കിയിട്ട് -60 വരെ ആക്കിയിട്ട് സൺഡേ ഉണ്ട് 60. നമ്മൾ റൈറ്റ് ഹാൻഡിൽ ഓരോ ഇത് വരുന്നു. ഇങ്ങനെ കീബോർഡ് വാങ്ങാനല്ല, അപ്പോൾ നമുക്ക് ഇതിൽ നോക്കിക്കൊണ്ട് ആക്കാൻ പറ്റും. ഫസ്റ്റ് ആയിട്ട് ആദ്യം നമ്മൾ എപ്പോഴാണോ നമ്മൾ ഈ സി ഡി ഇ എഫ് ജി നമ്മൾ കറക്റ്റായിട്ട് എപ്പോഴാണോ തോന്നുന്നത് അത് എന്നിട്ട് നമ്മൾ 65-ലാക്കണം. 65, 70, 75, 80, 85, 90 അങ്ങനെ വരെ ടെമ്പോ കൂട്ടിയിട്ട് കൊണ്ടുപോകണം. നമ്മൾ ഡെയിലി ഒരു 30 minutes എങ്കിലും ഇത് പ്രാക്ടീസ് ചെയ്യണം, എന്നാലേ വളരെ കിട്ടുള്ളൂ. ലെഫ്റ്റ് ഹാൻഡ് അതേമാതിരി തന്നെ അതാണ്. ഈ ഫിംഗർ സിയിൽ വെക്കുന്നത്. -60 to -90 വരെ കൊണ്ടുപോകണം. ടെമ്പോ മൈനസ് ചെയ്യാൻ മെട്രോണും ഇടുക. മെട്രോണും 4-ൽ വേണം ഇടാൻ. ഈ 4.4 കാണിക്കും. അപ്പോൾ അതിൽ വേണം ഇടാൻ. നമ്മൾ കാണിച്ചിടാം. അതായത് 4.4 അങ്ങനെ കാണിക്കും. ചില കീബോർഡിൽ മാത്രമേ കാണിക്കും, അല്ലെങ്കിൽ ചിലതിൽ അങ്ങനെ അതിൽ വരും. ഇത് 4 പ്രാവശ്യം. എന്നിട്ട് നിങ്ങൾക്ക് കീസ് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാം. സി ഡി ഇ എഫ് ജി അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിക്കർ പേപ്പറിൽ ഒട്ടിച്ചിട്ട് ഇവിടെ ഒട്ടിക്കാം. നമുക്ക് കീസ് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനെന്താ പറയുക, എനിക്ക് കുറച്ചുകൂടെ എന്താ പറയുക, കീസ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിങ്ങനെ വെച്ച്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാപ്പാടായിട്ട് ഇങ്ങനെ വെക്കാം. സി, ഇവിടെ സി, ഇതാ സി, തേർഡ് ഫസ്റ്റ് ഒക്ടേവ് കഴിഞ്ഞിട്ട് സി, ഫസ്റ്റ് ഒക്ടേവ് സി അങ്ങനെ പഠിക്കാം. എനിക്കിത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനത് വെച്ച് സ്റ്റിക്കർ ഒട്ടിച്ചത്. പിന്നെ നമ്മൾ മെയിനായിട്ട് കാണുന്നത് കീബോർഡ് നീറ്റ് ആക്കണം എന്നുള്ളതാണ്. ഓരോ 2-3 ദിവസം കൂടുമ്പോഴും കീബോർഡിൻ്റെ ഇവിടെ സൈഡിൽ കുറേ ഡോട്ട് ഉണ്ടാവും. നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് ഉള്ളത് അത് മെയിനായിട്ട് എന്തെങ്കിലും നല്ലോണം നോക്കണം. അങ്ങനെയാണ് കീബോർഡ് നല്ലതായിട്ട് കൊണ്ടുവരാൻ
വെച്ചാൽ പിന്നെ നമ്മൾ നെയിൽസ് കട്ട് ചെയ്യണം. നെയിൽസ് എല്ലാം കട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഈ കീസിന് കംപ്ലൈൻറ്റ് വരും. കീസ് എല്ലാ സമയത്ത് നെയിൽസ് ഉള്ളതുകൊണ്ട് ചിലതിന് വർക്കാവില്ല, അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ നെയിൽസ് കട്ട് ചെയ്തിട്ട് വേണം ഇത് കീസ് വരയ്ക്കാൻ. അപ്പം അത്രയേ ഉള്ളൂ. ഫിംഗർ പ്രാക്ടീസ് റൈറ്റ് ഹാൻഡ്, പിന്നെ റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ഹാൻഡും ഒരുമിച്ച് ചെയ്യാൻ നോക്കുക. ഇത് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചിട്ട് രണ്ടും തറ വേണ്ടെങ്കിൽ റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ഹാൻഡും ഒരുമിച്ച് ചെയ്യാൻ നോക്കുക. ഞാൻ അടുത്ത വീഡിയോ ഫിംഗർ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ വീണ്ടും വരും. ഈ അടുത്ത് തന്നെ വരും. ഞാൻ ലീവൊന്നും അങ്ങനെ എടുക്കില്ല, ഫുൾ എനർജി ആയിരിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ.